ACL റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞതിന് ശേഷം മുട്ടിൽ തേയ്മാനം ഉണ്ടാവുമോ ഇല്ലയോ, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ കാൽമുട്ടിൽ തേയ്മാനം ഉണ്ടാവുമോ, ഇനി എക്സസൈസ് കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടിൽ തേയ്മാനം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്ക ആളുകൾക്കും സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 11 2025 ജനുവരി 11 പബ്ലിഷ് ചെയ്ത ഒരു ജേർണലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. ആ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്: സർജറി കഴിഞ്ഞതിന് ശേഷം സെഡൻഡറി ലൈഫ് സ്റ്റൈൽ പാലിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സർജറിക്ക് ശേഷം പ്രോപ്പറായ രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളെയും വെച്ചിട്ടാണ് ഈ സ്റ്റഡി നടത്തിയത്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, സാധാരണ രീതിയിലുള്ള എക്സസൈസ് ഒന്നും ചെയ്യാതെ സാധാരണ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളിലും തമ്മിൽ സ്റ്റഡീസ് നടത്തിയതാണ്. അപ്പോൾ ഈ സ്റ്റഡീസ് നടത്തിയതിൻ്റെ കുറച്ച് റിസൾട്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങളെ സഹായിക്കുന്നത് ഏത് രംഗത്താണ് ഏറ്റവും കൂടുതൽ തേയ്മാനം ഉണ്ടാകുന്നത്, കാൽമുട്ടിൽ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതം എന്ന് പറയും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഏത് കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ആദ്യം തന്നെ പറയേണ്ടത്, എക്സസൈസിനെ പറ്റിയിട്ടുള്ള ശരിയായ അവബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള തേയ്മാനങ്ങൾ മുട്ടിൽ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ പ്രോപ്പറായിട്ട് നോളജ് ഉണ്ടെങ്കിൽ തേയ്മാനം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ തേയ്മാനത്തിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലാക്കിയാലും തേയ്മാനം ഉണ്ടാകുന്ന അളവ് കുറയ്ക്കാനും ആ തേയ്മാനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കാനും നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഈ ഒരു പഠനത്തിൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളെ, അതായത് സർജറിക്ക് ശേഷം എക്സസൈസ് ചെയ്യുന്ന ആളുകളെ 3 തരം തിരിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സെഡൻഡറി പോപ്പുലേഷനാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ആളുകളും മൂന്നാമത്തേത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ആളുകളുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ലോ ഇൻറ്റൻസിറ്റി എക്സസൈസിന് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള നടക്കുക, സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അതുപോലെ തന്നെ മൈൽഡായിട്ടൊക്കെ ഇരുന്ന് ജോഗിങ്ങിന് ശ്രമിക്കുക, ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോ ഇൻറ്റൻസിറ്റി എക്സസൈസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസിൽ മെയിനായിട്ട് സൈക്ലിംഗ് ചെയ്യുക. അത് 2 രീതിയിലുള്ള സൈക്ലിംഗ് ആണ്. ഒന്നെങ്കിൽ അത് ജിം സൈക്ലിംഗ് ആവാം, അല്ലെങ്കിൽ നോർമൽ ഡൈനാമിക് സൈക്കിൾ ആവാം. അതല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിലൊന്ന് റൺ ചെയ്ത് നോക്കുക. ഇനി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ്, വെയിറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസിൽ ഹൈ സ്പീഡ് റണ്ണിങ് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഫുട്ബോൾ, ബാസ്ക്കറ്റ് ബോൾ, അങ്ങനെയുള്ള ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ചെയ്യുന്ന ആളുകളെയാണ് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 3 ക്ലാസിഫിക്കേഷൻ ചെയ്തതിന് ശേഷം കുറേയധികം ആളുകളെ ഗ്രൂപ്പായിട്ട് തരം തിരിച്ചു. അതായത് ലോ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ സെഡൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ആ ഗ്രൂപ്പിൽ നിർത്തി. അതിനുശേഷം മോഡറേറ്റും ഈ പറഞ്ഞ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്ന ആളുകളെയും ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഇവരിലുള്ള കുറച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ റിസൾട്ട് കണ്ടുപിടിച്ചത് എക്സ്റേ എടുത്തിട്ടും അതുപോലെ തന്നെയുള്ള മറ്റ് സ്റ്റഡീസൊക്കെ വെച്ചിട്ടും മറ്റ് അനാലിസിസ് സ്കെയിൽ വെച്ചിട്ടും ഈ സ്കെയിൽസിൻ്റെയൊക്കെ വാല്യൂ വെച്ചിട്ടും ഒക്കെയാണ്. അപ്പോൾ അതൊന്നും ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളും മാർക്ക് ചെയ്യാനായിട്ട് റെസ്പെക്റ്റീവായിട്ടുള്ള സ്കെയിൽസും അതിൻ്റെ സ്കോറിംഗ് ടെക്നിക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഈ സ്കോറ് തരം തിരിച്ചതിന് ശേഷം ഏത് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്കോറ് നോക്കിയിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫൈനലായിട്ടൊരു റിസൾട്ട് ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് സെഡൻഡറി പോപ്പുലേഷൻ അല്ലെങ്കിൽ ലോ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എക്സസൈസസ് ഒക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ കൂടുതൽ നേരം ഇരിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ നേരം നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് കൂടുതൽ നേരം ഇരുന്ന് ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷൻ കാരണം മസിൽസിൽ വേണ്ട രീതിയിലുള്ള ആക്ടിവിറ്റി ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ മസിൽസിൽ വേസ്റ്റിംഗ് സംഭവിക്കുകയും ഒക്കെ ചെയ്തത് മൂലം മസിൽസിൻ്റെ പവർ കുറയുകയും ഇതുമൂലം മുട്ടിലേക്ക് ഓവറായിട്ട് സ്ട്രെയിൻ ചെല്ലുകയും അത് കാരണം ഓസ്റ്റിയോആർത്രൈറ്റിക് സിംറ്റംസ് വരുന്നതായിട്ടും ഇവർ കണ്ടെത്തി. അതായത് അധിക നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ മസിൽസിൻ്റെ പവർ കുറയുകയും അത് കാരണം മസിൽസിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റെബിലിറ്റി ഒക്കെ കുറയുകയും ഇത് കാരണം ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ റിസ്ക് കൂടുതലുള്ളതായിട്ടും ഈ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പറയേണ്ടത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്ത ആളുകളാണ്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്ത ആളുകൾ മസിൽസിനൊക്കെ ആവശ്യത്തിന് സ്ട്രെങ്തൻ ചെയ്തു, ആവശ്യത്തിന് മാത്രം വെയിറ്റ് ഇട്ട് എക്സസൈസ് ചെയ്തു, കറൻ്റ്ലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തു. ഇവർ കൂടുതലായിട്ടും എക്സസൈസ് അവരുടെ ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ റിസ്ക് കുറച്ച് കുറവുള്ളതായിട്ടാണ് മനസ്സിലാക്കിയത്.
എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്ത ആളുകൾക്കും എക്സസൈസ് ചെയ്തതിൻ്റെ ഓവർ സ്ട്രെസ്സ് കാരണം, ഓവർ സ്ട്രെയിൻ കാരണം, കൂടുതലായിട്ട് റെപ്പറ്റേറ്റീവ് സ്ട്രെങ്തനിങ് ചെയ്തതുകൊണ്ടും അല്ലെങ്കിൽ ഹൈ വെലോസിറ്റി ആക്ടിവിറ്റീസ് ചെയ്തതുകൊണ്ടും, പ്രത്യേകിച്ച് മുട്ട് തിരിയുകയും അങ്ങനെയുള്ള പൈവറ്റിംഗ് ഫോഴ്സ് പോലുള്ള കാര്യങ്ങൾ വരുന്ന ആക്ടിവിറ്റീസ് ചെയ്തത് കാരണമൊക്കെ ഇവർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് കൂടുന്നതായിട്ടാണ് കണ്ടെത്തിയത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കുറവ് എക്സസൈസ് ചെയ്ത ആളുകൾക്കും പ്രശ്നമുണ്ടായിരുന്നു, കൂടുതലായിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്ത ആളുകൾക്കും പ്രശ്നമുണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ട് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? ആ സ്ട്രെങ്ത് നിലനിർത്താനും ഇവർക്ക് സിംറ്റംസ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, തേയ്മാനം ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറയുന്നതായിട്ടാണ് ഈ പഠനം കണ്ടെത്തിയത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറഞ്ഞാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായ രീതിയിൽ തന്നെ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് തീരെ നിങ്ങൾ ചെയ്യാതിരുന്നാലും പ്രശ്നമാണ്. അത് നേരത്തെ പറഞ്ഞിരിക്കുന്ന മസിൽ വേസ്റ്റിങ്ങും അത് കാരണം ഉണ്ടാകുന്ന ജോയിൻറ്റ് ഇൻസ്റ്റെബിലിറ്റി ഇഷ്യൂസ് കാരണം ജോയിൻറ്റിലേക്ക് ഓവറായിട്ടുള്ള ഫോഴ്സ് വരികയും അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ നേരെ അതിൻ്റെ അടുത്ത ഓപ്പോസിറ്റ് എൻഡിൽ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് സ്ട്രെയിൻ വരുന്ന സമയത്താണ്. കൂടുതലായിട്ട് എക്സസൈസ് ചെയ്താലും ഓവർ സ്ട്രെയിൻ കൊടുത്താലും ചെയ്യേണ്ട എക്സസൈസൊക്കെ കറക്റ്റായിട്ടല്ലാതെ ആവശ്യമില്ലാണ്ട് വെയിറ്റ് ആഡ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഏർലി ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് കറക്റ്റ് സമയത്ത് ഹീലിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ആവശ്യമില്ലാണ്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കും ഈ പറഞ്ഞ റിസ്ക്സ് വളരെ കൂടുതലാണ്. അപ്പോൾ തേയ്മാനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ മുട്ടിലൊരു ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ ചില ഫാക്ടേഴ്സൊക്കെ അവിടെ ആക്ടിവേറ്റ് ആവും. അത് കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിസ്കിനെ കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നിർത്തുക എന്നുള്ളതാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു റീഹാബ് പ്രോഗ്രാമിലൂടെ ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ രീതിയിലല്ല നിങ്ങൾ റീഹാബ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിസ്ക് കൂടുതലാണ്. ഇവിടെയാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ പറഞ്ഞ ഇഞ്ചുറി ഉണ്ടായതിന് ശേഷം അവിടെ പ്രോപ്പറായ രീതിയിൽ സർജിക്കൽ ടെക്നിക്ക് നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ റിസ്ക് കൂടും. അപ്പോൾ സ്റ്റഡീസ് പറയുന്നത് സർജറി ചെയ്തില്ലെങ്കിലും റിസ്ക് കൂടും, അതുപോലെ തന്നെ സർജറി ചെയ്താലും റിസ്ക് കൂടും. ഇനി ചില സ്റ്റഡീസ് വീണ്ടും ഇതിനെ കമ്പയർ ചെയ്യുന്നത് കുറച്ചും കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. കാരണം ചില സ്റ്റഡീസ് പറയുന്നത് സർജറി ചെയ്യാതിരുന്നാൽ കൂടുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിസ്കിനെക്കാട്ടിലും കൂടുതലായിരിക്കും സർജറി ചെയ്തതിന് ശേഷം. ഇത് കംപ്ലീറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ മെക്കാനിസം ഡിസ്റ്റർബ് ആവുകയും അത് കാരണം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ അത് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിനുശേഷം മുട്ടിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസസും ഉണ്ട് എന്നും സ്റ്റഡീസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റഡീസിനെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ വെച്ച് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസും കൂടി നമ്മളവിടെ അപ്ലൈ ചെയ്യണം. നമ്മളൊരാൾക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്രത്തോളം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റിസ്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് തീരുമാനിക്കുന്ന മറ്റ് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫാക്ടറാണ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് കൂടുതലുള്ള ഒരാളാണൊക്കെ ആണെങ്കിൽ, ഒരു 40+ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ റിസ്ക് കുറച്ചും കൂടി കൂടുതലാണ്. സാധാരണ പ്രായം ചെല്ലുമ്പോഴാണല്ലോ മുട്ടിൽ തേയ്മാനം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, അല്ലേ? കാർട്ടിലേജിൻ്റെ വിയർ ആൻഡ് ടിയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഫാക്ടറുണ്ട്. ഇനി അത് റിലേറ്റഡ് മറ്റ് ജോയിൻറ്റിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ റിസ്ക് അനലൈസ് ചെയ്യുന്നത് എക്സസൈസ് ചെയ്യുന്ന ആളാണോ, എക്സസൈസ് ചെയ്യാത്ത ആളാണോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണോ എന്ന് മാത്രം നോക്കിയിട്ടല്ല, പല ഫാക്ടേഴ്സും കൂടി നോക്കിയിട്ടാണ്. ഇനി മെയിൽസ് ആൻഡ് ഫീമെയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതറിയണം നമ്മൾ എന്ത് ചെയ്യും? ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നും ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്നും അറിയാൻ വേണ്ടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന ആളുകൾക്ക് നമ്മളൊരു ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ഓക്കെ, എത്രത്തോളം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ റിസ്ക് ഉണ്ട്, മുട്ടിൽ തേയ്മാനം വരാൻ എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് പറയും? പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസസ് ഒക്കെ ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഒരു കാരണവശാലും ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നത്? പ്രോപ്പറായിട്ടൊരു റീഹാബ് അഡ്വൈസ് കിട്ടിയാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇന്ന് കോൺടാക്ട് ചെയ്യുന്ന പല ആളുകളും പറയുന്നതാണ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നിട്ടും റിക്കവറി ഇല്ല. പക്ഷേ ഇവിടെ ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്, കറക്റ്റായിട്ടുള്ള റീഹാബ് പ്രോട്ടോക്കോൾ ആണോ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഞങ്ങൾ ആദ്യത്തെ 1 മാസം എക്സസൈസ് ചെയ്തായിരുന്നു, 2 മാസം എക്സസൈസ് ചെയ്തു. ശരിയായ റീഹാബ് പ്രോട്ടോക്കോൾ ആദ്യത്തെ 1-2 മാസം കൊണ്ട് മാത്രം തീരുന്ന ഒന്നല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൊല്യൂഷനാണ് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്
ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റും. ശരിയായ അളവിൽ മാത്രം ചെയ്ത് ശീലിച്ചാൽ മതി. ഓസ്റ്റിയോആർത്രൈറ്റിസ് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓവർ സ്ട്രെയിൻ കുറയ്ക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലുമൊക്കെ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടാണെങ്കിൽ അതും കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ടൊരു റിക്കവറി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കി ചെയ്ത ആളുകൾക്കൊക്കെ എന്തുണ്ട്, നല്ല റിക്കവറി ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ റാൻഡമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത ആളുകൾ, പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അതുപോലെ തന്നെയുള്ള മറ്റുള്ളത് വീഡിയോസൊക്കെ കണ്ടിട്ട് എക്സസൈസ് നോക്കി ചെയ്ത ആളുകളാണെങ്കിൽ, പ്രോപ്പറായിട്ടൊരു എക്സസൈസിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ തേയ്മാനം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ACL ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷം സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പറായിട്ട് റീഹാബൊക്കെ ചെയ്യണം എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി വരുന്നത് ഒരുപക്ഷെ സർജറിക്ക് ശേഷം ഈ സർജറിയുടെ മുറിവൊക്കെ ഒന്ന് ഉണങ്ങി കഴിയട്ടെ എന്ന് തീരുമാനിച്ച് കുറേ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം 1-2 മാസം കഴിഞ്ഞായിരിക്കും. അപ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുട്ട് മടക്കാനും നിവർക്കാനുമുള്ള ടൈറ്റ്നസ്. ഈ മുട്ട് മടങ്ങാനും നിവരാനുമുള്ള ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവിടെ ശരിയായ രീതിയിൽ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ ടൈറ്റ്നസ് മാറ്റി മുട്ടിനെ ഫ്രീ ആക്കി മടക്കുകയും നിവർക്കുകയും ചെയ്താൽ മാത്രമേ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ഭാവിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ ഈ റീഹാബ് അഡ്വൈസസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നീര് കുറയ്ക്കുക, അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ, പിന്നെ ശരിയായി നടക്കേണ്ട രീതി, കോമ്പൻസേറ്ററി മൂവ്മെൻറ്റ് പാറ്റേൺ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് ആദ്യമേ തന്നെ മുട്ടിനെ മടക്കും, അല്ലെങ്കിൽ ആദ്യം തന്നെ റീഹാബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തോ സംഭവിക്കും, അല്ലെങ്കിൽ ഈ സർജറിക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകും, ഇങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം എപ്പോഴും ശരിയായ ഒരു റീഹാബ് പ്രോട്ടോക്കോൾ അറിയാവുന്ന ഒരു വ്യക്തി അവിടെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മാത്രമേ ഫേസ് 1ലും ഫേസ് 2ൻ്റെ പകുതി തുടക്കത്തെ സ്റ്റേജിലുമൊക്കെ നിങ്ങൾക്ക് അഡ്വൈസസ് തരുള്ളൂ. ഇതൊന്നും അറിയാത്ത ആളുകളാണ് അതൊന്നും പ്രശ്നമില്ല, സ്ക്വാട്ടിങ് ചെയ്തോ, അതുപോലെ തന്നെ ഇത്ര മാസം കഴിയുമ്പോൾ നിങ്ങൾ റണ്ണിങ് ചെയ്തോ, അതുപോലെ തന്നെ വേറെ മറ്റുള്ള എക്സസൈസൊക്കെ ചെയ്തോ എന്നുള്ള അഡ്വൈസ് തരിക. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊരാളാണോ പ്രൊട്ടക്റ്റീവ് ഫേസിനെ ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അളന്ന് മുറിച്ച് നിങ്ങളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത് അവർ ശരിയായ രീതിയിലുള്ള അഡ്വൈസസ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. അല്ലാത്ത ആളുകളൊക്കെ ശരിയായ രീതിയിലുള്ള അഡ്വൈസാണ് നിങ്ങൾക്ക് തരണം എന്നുള്ളതിൽ ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ സർജറി ചെയ്തതുകൊണ്ട് മാത്രം റിക്കവറിലേക്ക് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. സർജറി ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് 100% റിക്കവറിലേക്ക് വരാൻ സാധിക്കില്ല. അവിടെ പ്രോപ്പറായ റീഹാബ് ഫോളോ ചെയ്താലേ, പ്രോപ്പറായിട്ടൊരു എക്സസൈസ് പ്രോട്ടോക്കോൾ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ റിക്കവറിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെപ്പറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിന് നിർബന്ധമുള്ളൊരു കാര്യം കൂടിയാണ് നിങ്ങളുടെ റിക്കവറി എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ്? സർജറിക്ക് ശേഷം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുകൾ വരാൻ പാടില്ല, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാൻ പാടില്ല. അത് ഞങ്ങളുടെ ഒരു വാശിയാണ്. അപ്പോൾ അതിന് വേണ്ടതെല്ലാം ഞങ്ങളുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ പറയുന്ന അഡ്വൈസസ് ഒക്കെ ക്ലിയർ ആയിട്ട് കേട്ടതിന് ശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ റിക്കവറി നിങ്ങളുടേത് മാത്രമല്ല, നമ്മളുടെ ടീമിൻ്റെ സക്സസ്സും കൂടി ആയിരിക്കും അത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജേണിയിൽ 100% ആയിട്ടുള്ള റിക്കവറി തന്നെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. മറ്റുള്ള സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനി ടൈം യു ക്യാൻ കോൺടാക്ട് അസ്. കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമൻസ് രൂപത്തിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഞങ്ങളുടെ ടീമിനെ കൊണ്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിലോ, നിങ്ങളുടെ ഇൻഡിവിജ്വൽ കണ്ടീഷനെ പറ്റി അറിയണമെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യുന്ന ഒരു റീഹാബ് പ്രോട്ടോക്കോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.